പ്രേമലു എല്ലാവർക്കും അറിയാം. പ്രേമലു ഇപ്പോൾ റെക്കോർഡ് കളക്ഷൻ നേടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി 19-ാം ദിവസവും 1 കോടി കളക്ഷനൊക്കെ നേടിയിട്ട് ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. യൂത്തും ഫാമിലിയും ഒക്കെ അടപടലം ചിത്രത്തിനെ ഏറ്റെടുത്തുകൊണ്ട് ഇടിച്ച് കയറി തിയേറ്ററുകൾ ഹൗസ്ഫുള്ളാക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 70 കോടിക്ക് മേലെയാണ് ചിത്രം തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് ലോകത്താകമാനം നിന്നായിട്ട് നേടിയിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻ്റ് ആയിട്ട് വന്നിട്ട് ആദ്യ ദിനം വെറും 90 ലക്ഷം മാത്രം കളക്ട് ചെയ്ത് ചിത്രം ലോകത്താകമാനം നിന്നായിട്ട് ഇപ്പോൾ 70 കോടി കളക്ട് ചെയ്ത് തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്ററുകളിൽ ജനസാഗരം തീർത്തുകൊണ്ട് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആനയിച്ചുകൊണ്ട്, കുടുംബ പ്രേക്ഷകരെ മൊത്തം തിയേറ്ററുകളിലേക്ക് ആനയിച്ചുകൊണ്ട് ഗംഭീര ഹിറ്റിലേക്ക് പോവുകയാണ്. 9 കോടിക്ക് നിർമ്മിച്ച ഈ ചിത്രം ഇപ്പോൾ തന്നെ 70 കോടിക്ക് മേലെ കളക്ഷൻ നേടിയിരിക്കുകയാണ്. കംപ്ലീറ്റ് തിയേറ്ററിക്കൽ റൺ അവസാനിച്ചതിന് ശേഷം മാത്രമേ ചിത്രം OTTയിൽ റിലീസ് ചെയ്യൂ എന്നാണ് ഇപ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. കാരണം ചിത്രത്തിന് ഇപ്പോഴും കുടുംബ പ്രേക്ഷകരും യൂത്തും ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്രക്കും ഗംഭീര കളക്ഷനാണ്. ഡെയിലി 1 കോടിക്ക് മേലെയൊക്കെയാണ് ചിത്രം തിയേറ്ററുകളിൽ നിന്ന് കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീക്കെൻഡുകളിൽ അതിനും മേലെ കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് നല്ല സൂപ്പർ ഹിറ്റായിട്ട് ഇതുപോലെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത 2 ചിത്രങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും, അതായത് മഞ്ഞുമൽ ബോയ്സും ഭ്രമയുഗവും ഓടിക്കൊണ്ടിരിക്കുമ്പോഴും പ്രേമലു ഒരു ഡ്രോപ്പും വരാതെ ഗംഭീര കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രേമലു ഇപ്പോൾ 70 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ്. അതിൻ്റെ ഫൈനൽ റണ്ണിൽ മേ ബി വേണമെങ്കിൽ 100 കോടി കളക്ഷൻ നേടിയാലും, അല്ലെ അതിനടുത്തോളം എത്തിയാലും, അല്ലെ ടോട്ടൽ ബിസിനസ് തന്നെ 100 കോടിയിലേക്ക് എത്തിയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. നെസ്ലൻ എന്ന ഒരു ചെറുപ്പക്കാരൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തൊരു ചിത്രവും കൂടിയാണ്. അതുപോലെ തന്നെ മമിത ബൈജു എന്ന നായികയായിട്ട് എത്തിയ മമിത ബൈജു ഗംഭീരമായിട്ട്, നെസ്ലനും മമിത ബൈജുവും അതിൽ അണിയറ പ്രവർത്തകരായിട്ട്, അല്ലെ അതിൽ ആക്ട് ചെയ്ത ശ്യാമോഹൻ അടക്കം അതിൽ ചെയ്ത ഒരുവിധ എല്ലാവരും ഗംഭീരമായിട്ട് തകർത്ത് വാരിയ ഒരു ചിത്രം കൂടിയാണ് പ്രേമലു. ഗംഭീര കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത്, തുടർച്ചയായി ചെയ്ത ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബോസ്റ്റർ ആക്കിയ ഗിരീഷ് ഷേഡി എന്ന സംവിധായകനെ കുറിച്ചും കൂടിയാണ്. അദ്ദേഹത്തെ കുറിച്ചാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരാൾ. കാരണം ആദ്യ ചിത്രമായ തണ്ണീർമത്തൻ ദിനങ്ങൾ തൊട്ട് രണ്ടാമത്തെ സൂപ്പർ ശരണി തൊട്ട് ഇപ്പോൾ പ്രേമലു വരെ എല്ലാ ചിത്രങ്ങളും ഗംഭീര കളക്ഷൻ നേടി ഗംഭീരമായിട്ട് ഹിറ്റടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ താരങ്ങളോ വമ്പൻ കാസ്റ്റിങ്ങോ ഒന്നും വേണ്ട. നല്ല ചിത്രം സൂപ്പർ ഹിറ്റാണെങ്കിൽ നല്ല തിരക്കഥ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മേക്ക് ചെയ്യുക, അതുമാത്രം മതി ചിത്രം ബ്ലോക്ക് ബോസ്റ്റർ ആവാനും കളക്ഷൻ നേടാനും എന്ന് തെളിയിച്ചൊരു സംവിധായകൻ കൂടിയാണ് ഗിരീഷ് ഷെഡി. ഗിരീഷ് ഷെഡി ഇപ്പോൾ സംവിധാനം ചെയ്ത ഈ പ്രേമലു ഇപ്പോൾ തെലുങ്കിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ട് വൈകാതെ തന്നെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രാജമൗലിയാണ് അത് തെലുങ്കിൽ മൊഴിമാറ്റി റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും തെലുങ്കിലും അത് കലക്കി വാരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ മലയാളം വേർഷൻ തന്നെ ലോകത്താകമാനം നിന്നായിട്ട് 70 കോടി കളക്ഷൻ നേടിയിട്ടുണ്ട്. അത് 100 കോടിയിലേക്ക് കടക്കുമോ എന്നുള്ളത് നമ്മൾ അക്ഷമരായി കാത്തിരിക്കുകയാണ്.